ഓം ശാന്തി. ഇന്ന് ഒരു നല്ല കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിലൊരു ബാലകൻ, അവന് പഠിക്കാനുള്ളതായിരിക്കുന്ന കഴിവൊന്നും ഇല്ലായിരുന്നു. അവനെ പഠിപ്പിക്കാൻ അവൻ്റെ അച്ഛനമ്മമാർക്ക് അതിനുള്ളതായിട്ടുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആ ഗ്രാമത്തിലെ അടുത്തുള്ളതായിട്ടുള്ള പട്ടണത്തിൽ പോയിട്ട് ചിലപ്പോൾ പഴങ്ങളായിരിക്കും, ചിലപ്പോൾ പച്ചക്കറികളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും വില കുറവിന് കിട്ടുന്നതായിരിക്കുന്ന സാധനങ്ങൾ എന്താണെങ്കിലും അത് അവൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന വിധം സാധനം വാങ്ങിക്കൊണ്ടുവരും. പല വീടുകളിലായിട്ട് നടന്ന് അവനത് വിറ്റു തീർക്കും. അതിൻ്റെ പൈസ കൊണ്ട് അവൻ പഠിക്കുകയും ചെയ്യും. അങ്ങനെ അവൻ തന്നെ സ്വയം സമ്പാദിച്ച് സ്കൂളിൽ നിന്ന് വന്നാൽ സാധനം വിൽക്കാൻ പോവും. രാവിലെ എഴുന്നേറ്റ് അവൻ്റെ കാര്യങ്ങൾ കഴിച്ച് അവൻ സ്കൂളിലേക്ക് പോവും. വൈകുന്നേരം സാധനം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അവൻ അവൻ്റെ പഠനത്തിനുള്ളതായിട്ടുള്ള ചിലവ് കണ്ടെത്തി. അങ്ങനെ അവൻ പഠിച്ചു മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വേനൽക്കാല അവധിയിൽ സാധനം വിൽക്കാൻ വേണ്ടി, വേനൽക്കാല അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കും മുന്നേ അവന് ബുക്ക് വാങ്ങണം, യൂണിഫോം വാങ്ങണം, കുറച്ചധികം പൈസ ഉണ്ടാക്കണം. വെക്കേഷൻ സമയം മുഴുവൻ അവൻ ചെലവഴിക്കാറ് തൻ്റെ കച്ചവടവുമായിട്ട് സാധനങ്ങളെ കൊണ്ട് നടന്ന് വിറ്റ് അവൻ എല്ലാ പൈസയും അവൻ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ നടന്ന് ഒരു മീനൽ ചൂടിൽ അവന് സഹിക്കാൻ പറ്റാത്തത്ര ദാഹവും ക്ഷീണവും കൊണ്ട്, വിശപ്പും കൊണ്ട് എവിടെയെങ്കിലും വീണു പോകുമെന്ന് തോന്നുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് കണ്ട വീട്ടിൽ പോയിട്ട് അവൻ കോളിംബൽ അടിച്ചു. ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി വന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് അവൻ പറയും, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ ചേച്ചി, ഒരു ഗ്ലാസ് വെള്ളം തരുമോ ചോദിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം സ്നേഹത്തോടെ ആ പെൺകുട്ടി കൊണ്ടു കൊടുത്തു. അത് കുടിച്ചപ്പോൾ അവന് തോന്നുകയാണുള്ള പെരുമാറ്റം കാണുമ്പോൾ, എന്തെങ്കിലും കഴിക്കാനുണ്ടെന്ന് ചോദിച്ചാലോ, എനിക്ക് വിശന്നിട്ടും വയ്യ ചേച്ചി, എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും. എന്നാൽ നിൽക്കുക എന്ന് പറഞ്ഞ് ആ കുട്ടി അകത്ത് പോയിട്ട് ഒരു ഗ്ലാസ് പാല് അവന് കൊണ്ടു കൊടുക്കും. ആ നല്ല പാല് കുടിച്ചപ്പോൾ അവന് വിശപ്പും ദാഹവും ക്ഷീണമൊക്കെ മാറിയ പോലെ തോന്നും. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് അവൻ പറയുകയാണ്, ഇന്ന് ഞാൻ കുറച്ച് ചെരുപ്പുകളാണ് ചേച്ചി വിൽക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്, ഇന്ന് ഇഷ്ടമുള്ള ചെരുപ്പ് ചേച്ചി എടുത്തോളൂ, എനിക്ക് പൈസ തരണ്ടെന്ന് പറയും. അപ്പം ആ പെൺകുട്ടി പറയും, വേണ്ട മോനെ, നീ എത്രയോ കഷ്ടപ്പാട് കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഈ കുഞ്ഞു മോന് ചെരുപ്പ് കൊണ്ട് നടന്ന് വിൽക്കാൻ വന്നിരിക്കുന്നത്. ഇതൊരു ഗ്ലാസ് പാലിന് എന്ത് വില പറയാനാണ്, എൻ്റെ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞാൻ നിനക്ക് തന്നു, സാരല്ലേ, സന്തോഷമായിട്ട് നീ പോയിക്കോ എന്ന് പറയും. അങ്ങനെ അവൻ കണ്ണ് നിറഞ്ഞ് കാഴ്ച മങ്ങുന്ന പോലെ അവന് തോന്നി, കർട്ടൻ വീണ പോലെ. അത്ര സ്നേഹം, അത്ര നല്ല പെരുമാറ്റം. അങ്ങനെ കാലം കടന്നുപോയി. അവൻ ആ രീതിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു പഠിച്ചു. അവസാനം പലരും അവനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഒരു നല്ല ഡോക്ടറായി പട്ടണത്തിലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു നല്ല ഡോക്ടറായിട്ട് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ പെൺകുട്ടി വളർന്നു. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഒരു യുവാവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കും അവൾക്കൊരു വലിയ രോഗം വന്നു. ഗ്രാമത്തിലെ ഹോസ്പിറ്റലൊന്നും ചികിത്സിച്ചാൽ തീരില്ല എന്നുള്ള അവസ്ഥയായി. അവൾ ചികിത്സ തേടിക്കൊണ്ട് പട്ടണത്തിലെ ഹോസ്പിറ്റലിലെത്തി. അവിടെ നല്ല ചികിത്സ ലഭിച്ചു, നല്ല ഡോക്ടറായിരുന്നു, എല്ലാ കാര്യങ്ങളും അവർക്ക് സൗകര്യങ്ങൾ കിട്ടി. പക്ഷെ അസുഖമൊക്കെ മാറിയപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ടെൻഷനായി. കാരണം ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ബില്ലൊന്നും പേ ചെയ്യാൻ നമുക്ക് പറ്റും തോന്നുന്നില്ല, ഇനി അതിനെന്ത് വഴി കണ്ടെത്തും എന്ന ടെൻഷനായിട്ട് അവർ നിൽക്കുമ്പോൾ ബില്ലുമായിട്ട് നേഴ്സ് അവരുടെ അടുത്തേക്ക് വന്നു. നേഴ്സ് അത് കൊടുത്തപ്പോൾ അവരെ നോക്കുകയാണ്, എത്രയാണ് സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുള്ള ബില്ല് എന്ന്. നോക്കുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. എല്ലാ ബില്ലും എഴുതിയിട്ടുണ്ട്, വലിയ സംഖ്യയാണ്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, ഈ ബില്ല് ഒരു ഗ്ലാസ് പാലിൻ്റെ വില കൊണ്ട് പേ ചെയ്തിരിക്കുന്നു എന്ന്. അപ്പോൾ ഒരു ഗ്ലാസ് പാലിൻ്റെ വില കൊണ്ട് പേ ചെയ്തു എന്നോ, ഇതാരാ ഇങ്ങനെ എഴുതിയത് എന്ന് ചോദിക്കും. പറയും, ഇവിടുത്തെ മെയിൻ സർജനായിരിക്കുന്ന ഡോക്ടറാണ് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞേൽപ്പിച്ചത്, അദ്ദേഹം ആ ബില്ലൊക്കെ പേ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കുകയാണ് ആ കുട്ടി. അങ്ങനെ ചോദിച്ചപ്പോൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് ആ ഡോക്ടർ കാണാൻ വേണ്ടി വന്നപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു, അന്ന് പാല് കൊടുത്ത കുട്ടി ഇന്നത്തെ മിടുക്കനായ ചെറുപ്പക്കാരനായ ഡോക്ടർ. അവളും വളർന്നൊരു ചെറുപ്പക്കാരിയായി. അപ്പോൾ അവളുടെ ആ ഒരു അവസ്ഥയിൽ സഹായിക്കാൻ അവളുടെ പുണ്യകർമ്മം സഹായമാവുകയും ചെയ്തു. ഒരു കാര്യം ഉറപ്പാണ്, ഒരു പക്ഷേ നിങ്ങൾ കൊടുത്ത കർമ്മത്തിൻ്റെ ഫലം അപ്പം തന്നെ നമുക്ക് തിരിച്ചു കിട്ടിക്കൊള്ളണം എന്ന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല. ഇനി അവരിലൂടെ തന്നെ കിട്ടിക്കൊള്ളണം എന്നും ഗ്യാരണ്ടിയില്ല. കർമ്മം എന്നത് ഊർജ്ജമാണ്. പോസിറ്റീവ് എനർജി നമ്മൾ നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. ബാങ്കിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോൺ അടയ്ക്കേണ്ടി വരും. ലോൺ അടച്ചില്ലെങ്കിൽ ജപ്തി ഓർഡർ വരും. FD ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പുതുക്കിയില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം അവിടെ കൂടിക്കൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ടിരിക്കും. അതുപോലെ കർമ്മം എന്നത് ഈശ്വരൻ്റെ ബാങ്കിലെ അക്കൗണ്ടാണ്, ഡെപ്പോസിറ്റാണ്. അതിന് നിങ്ങൾ എത്ര നല്ല കർമ്മങ്ങൾ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുന്നു അത്രയും അത് പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതേസമയം നെഗറ്റീവായിട്ടുള്ള കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് കഷ്ടം കൊടുക്കുന്ന കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ കണ്ണടച്ച് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു ദിവസം ആ ജപ്തി ഓർഡർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ
നമുക്കതിന് വില കൊടുക്കാനാവാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീരിന് പകരം രക്തം പൊഴിയുന്ന അവസ്ഥ വരും. അതുകൊണ്ട് പോസിറ്റീവായിരിക്കുന്ന കർമ്മം ചെയ്തുകൊണ്ട് കാർമിക് അക്കൗണ്ടിൽ പോസിറ്റീവ് കർമ്മങ്ങളുടെ കണക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കൂ, FD കൂട്ടിക്കൊണ്ടിരിക്കൂ. ഒരു പക്ഷേ മുജ്ജന്മത്തിൽ ഏതെങ്കിലും ഒരു കണക്കിൻ്റെ ബാങ്ക് ഡെപ്റ്റ് അല്ലെങ്കിൽ കടം നമുക്കുണ്ടെങ്കിൽ ആ കടം നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാലും ഒരു ദിവസം നമ്മളതിനെ അതിജീവിക്കുകയും ചെയ്യും. ആ പോസിറ്റീവായ അക്കൗണ്ട് ആക്റ്റീവ് ആവുന്ന സമയത്ത് പല മടങ്ങ് പലിശയോട് കൂടിയിട്ട് സന്തോഷത്തിൻ്റെ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. കർമ്മമാണ് മഹാനായിരിക്കുന്നത്. കർമ്മമാണ് ഭാഗ്യരേഖ വരയ്ക്കാനുള്ള പെണ്ണ്. കയ്യിൻ്റെ ഇടയിലത്തെ രേഖകളല്ല ഭാഗ്യം ഉണ്ടാക്കുന്നത്. ഈ കയ്യിലുള്ളതായിരിക്കുന്ന കർമ്മമാകുന്ന പേന കൊണ്ട് ഭാഗ്യരേഖ വരയ്ക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് ശ്രേഷ്ഠ കർമ്മത്തിലൂടെ ശ്രേഷ്ഠ ഭാഗ്യമുണ്ടാക്കാൻ സാധിക്കട്ടെ. അതിനുള്ള ശക്തി ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.